നഗരത്തിലെ തിരക്കേറിയ ജീവിതത്തിൽ മനസ്സിനെ മടുപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്നും ദുർഗന്ധത്തിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ നമുക്ക് ദൃശ്യാനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു പച്ചക്കറി കട കാണുമ്പോൾ, ഒരു പഴക്കട കാണുമ്പോൾ, ഇതുപോലെ വർണ്ണ വൈവിധ്യങ്ങളിൽ നിറഞ്ഞ സുഗന്ധപൂരിതമായ അന്തരീക്ഷങ്ങൾ നൽകുന്ന ഒരു പൂക്കട കാണുമ്പോഴൊക്കെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കാറുണ്ട്. തുളസിപ്പൂ ഇല്ലാത്ത ഒരു കടയും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. പൂക്കടകളിലെല്ലാം തന്നെ തുളസിപ്പൂ ഉണ്ടാവാറുണ്ട്. ഇത്രയേറെ തുളസിപ്പൂക്കൾ ഒരു ദിവസം വിൽക്കാൻ ഇത് എവിടുന്ന് വരുന്നു? ഇത്രയേറെ തുളസിപ്പൂക്കൾ, കിലോ കണക്കിനാണ് തുളസിപ്പൂ ഇവിടുന്ന് വിറ്റ് പോകുന്നത്. ഇത്രയേറെ തുളസിപ്പൂക്കൾ എവിടെയാണ് കൃഷി ചെയ്യുന്നത്, ഇത് എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം. ഏത് സമയത്ത് പറഞ്ഞാലും തുളസി തോവള എന്നും മധുര എന്നൊക്കെ വരുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യത്തിന് 10 കിലോ തുളസി വേണമെന്ന് ഉടൻ തന്നെ തോവള നയിക്കുന്നതാണ്. മധുര എന്ന് പറഞ്ഞാലും അയക്കുന്നതാണ്. പിന്നെ ഏത് സമയത്ത് പറഞ്ഞാലും തോവളം സാധനം വരും. ഇത് പ്രകൃതിയുടെ പൂക്കൂട. തമിഴ്നാട്ടിലെ തോവാള എന്ന ഗ്രാമം. പണ്ടിത് കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായിരുന്നു. പൂജയ്ക്കായും മരുന്നിനായും കേരളത്തിലെത്തുന്ന തുളസിയുടെ 90% ഈ ഹരിതാഭയിൽ നിന്നുമാണ് വന്നെത്തുന്നത്. തോവാളയുടെ കമനീയമായ ഈ പ്രകൃതി തുളസിയുടെ ജൈവപ്രകൃതിക്ക് ചേർന്നതാണ്. വീട്ടുവളപ്പിൽ വളരുന്ന അല്ലെങ്കിൽ തുളസിത്തറയിൽ വളരുന്ന ഒരു ചെറുചെടിയായിട്ടാണ് തുളസിയെ നമ്മൾ അറിയുന്നത്. തുളസിച്ചെടി നമ്മുടെ ജീവനെ തന്നെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞതുപോലെ തുളസി കുറേ പേർക്ക് ജീവിതവും നൽകുന്നുണ്ട്. ഇവരുടെ ജീവിതം തുളസിയുടെ ഇടയിലാണ് എന്ന് പറയുന്നതിനേക്കാൾ ഇവർക്ക് തുളസി ജീവിതം തന്നെയാണ് നൽകുന്നത് എന്ന് പറയുന്നതാവും നല്ലത്. പൂജിക്കപ്പെടാനാണോ പൂജിക്കുവാനാണോ മരുന്നിനാണോ ഈ തുളസി ഉപയോഗിക്കപ്പെടുന്നത് എന്നൊന്നും ഇവർ ചിന്തിക്കുന്നതേയില്ല. തോവാളയിൽ തുളസി മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള പ്രേരണയാണ്. ഈ പൂക്കടകളിൽ തുളസി വിൽക്കുമ്പോൾ വിൽക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും മാത്രമല്ല, കടയുടെ അടുത്തുകൂടി പോകുന്നയാൾക്ക് പോലും അത് ഔഷധ ഗുണം പകരുന്നു. അതാരും അറിയാറില്ലെന്ന് മാത്രം. துளசியே முக்கியமாட்டுள்ளது கிருஷ்ணன் கோயிலுக்கு தான், சிவபெருமானுக்கு. இந்த மாதிரி இதுதான் துளசி. அத்தனையும் புஷ்பாசித்து தான் தவிர பூவும் கட்டலாம். இப்போ சில இடங்களில் இப்போ கல்யாண மாலைகள் கூட இதில் தான் கட்டி கல்யாண மாலைகள்லாம் கட்டிகிட்டு இருக்காங்க. காரணம், இந்த கல்யாண மாலை கட்டுறது பெரும்பாலும் குருவாயூர் கோயிலுக்கு தான் இந்த மாதிரி இந்த துளசி மாலையை இப்போ கண்டுபிடிச்சிருக்காங்க. இதெல்லாம் ரோசமாபுரம், தலாசமுத்திரம், வள்ளியூர், பணக்குடி இந்த மாதிரி இடங்கள்ல இருந்து இது கொண்டு வந்து அறுத்து கொண்டு வராங்க. அதுபோல் இந்த துளசிகளை நாங்கள் திருவனந்தபுரம், கொல்லம், கோட்டயம், தங்கனாச்சேரி, ஆலப்புழை, அம்பலப்புழை இந்த மாதிரி இடங்களுக்கு ஏற்றுமாதிரி செய்துட்டு இருக்கோம். முதல்ல வந்து வீட்டுகளில் தான் இந்த துளசி வளர்க்குறது வழக்கம். இப்போ வந்து செலவுகள் அதிகமானதுனால அந்த வித்துகளை எடுத்து அப்படி நிறைய பெருக எடுத்து உங்களுக்கு நாற்றுப்பாவி அதை நட்டு வயல்கள்லையும் தோட்டங்கள்லையும் நட்டு தண்ணி பாய்ச்சி களை பறித்து அதை இப்போ வந்து கிலோ கணக்குலேயும் வட்டியிலையும் மூட கணக்குலேயும் நாங்கள் வந்து சேல்ஸு பண்ணிகிட்ருக்கோம் மார்க்கெட்டில் பூக்கடையில்.
മിൻറ്റ്, തുളസി എന്നിവ ഒരേ സസ്യകുടുംബത്തിലെ അംഗങ്ങളാണ്. ഓരോ രാജ്യങ്ങളിലും ഇവ വളരുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. മൃദുലമായ ശരീരഭാഗങ്ങളുള്ള തുളസിക്ക് ഏതു രാജ്യത്തായാലും സുഖശീതളമായ കാലാവസ്ഥയാണിഷ്ടം. കുന്നഞ്ചെരിവിലും തോട്ടുവക്കത്തും റോഡരികിലും വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും തുളസി വളരും. ഒരു തരി മണ്ണും ഒരു തുള്ളി വെള്ളവും മതി ഒരു തുളസി കിളിർക്കാൻ. അതു മതി മനുഷ്യന് ഒരായുസിൻ്റെ പ്രാണൻ പകരാൻ. துளசிக்கு இப்போ செலவுகள் ரொம்ப அதிகமாட்டு இருந்துகிட்டு இருக்கு. அதனால தான் விவசாயம் பண்ணதுக்குன்னு ஒரு நடைமுறைக்கு வந்தாச்சு. எந்த நேரத்துலையும் தோவளம் மார்க்கெட்டில் வந்தால் துளசி எப்போதும் வாங்கலாம். തുളസി കണി കാണുന്നത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്ന, മരങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക് ഒരു തുളസി വെക്കുക എന്നുള്ളത് ഈ സമൂഹത്തിനോടും നമ്മളോടും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം തുളസി നിൽക്കുന്നിടത്തെ കൃമികീടങ്ങളെ അതില്ലാതാക്കുകയും അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ആദ്യപടിയായി ചെയ്യാവുന്നതാണ് ഒരു തുളസി നടുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളുടെ സ്വന്തം കൈയാൽ തന്നെ ഒരു തുളസി വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും നടുക. ഓർക്കുക, തുളസി നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെത്തുന്നവർക്കും വിശുദ്ധിയും പ്രാണനും ആയുസ്സും പകരുന്നു. മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയ്ക്കു വേണ്ടി, പരോപകാരത്തിനു വേണ്ടി പ്രപഞ്ചത്തിൽ ജനിച്ച അപൂർവ സസ്യമാണ് തുളസി. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രത്യക്ഷ രൂപമാണ് തുളസി. ഏതു മതവിശ്വാസിയുമാകട്ടെ, വീട്ടുവളപ്പിൽ സ്വന്തം കൈകൊണ്ട് ഒരു തുളസിച്ചെടി നട്ടുപിടിപ്പിക്കുക. ഒന്നിൽ നിന്ന് 100ആയും 1000ആയും വളർന്ന് അത് മനുഷ്യന് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഈ തുളസി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതിന് തന്നെയാണ്. ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഔഷധവീര്യം അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യാൻ ഈ തുളസി ചെവിയിൽ വെച്ചാൽ മതി എന്ന ഒരു ആചാരം നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. കഫത്തെ ഹരിക്കുന്നതാണ് തുളസി. കഫഹരായിട്ടുള്ള ഔഷധങ്ങളിൽ വെച്ച് അഗ്രഗണ്യം തന്നെ പറയാം. പ്രഭാതത്തിൽ വെറും വയറോടെ ക്ഷേത്രത്തിൽ ചെന്ന് ഇഷ്ടദേവതാ ദർശനത്തിന് ശേഷം ശംഖിലൂടെ പകരുന്ന തീർത്ഥജലം സേവിക്കുന്നതിലൂടെ തുളസിയുടെ ദിവ്യമായ ഔഷധവീര്യവും പകർന്നു കിട്ടിയിരുന്നു. തുളസി കുറേ വിധത്തിലുണ്ട്, 10-12 വിധത്തിലുണ്ട്. കൃഷ്ണ തുളസിയാണ് ഏറ്റവും നല്ലത്. ആ കൃഷ്ണ തുളസി കൊണ്ട് നമ്മുടെ ആസ്മ രോഗം കംപ്ലീറ്റ് മാറ്റാം. തലവേദനയ്ക്കും നല്ലത്. തലവേദനയ്ക്ക് രക്തചന്ദ്രമായിട്ട് കൂട്ടി അരച്ചിട്ടാൽ തലവേദന മാറും. വായ്, കണ്ഠം, ശ്വാസകോശം, ഹൃദയം, രക്തം, കരൾ, വൃക്ക, ദഹനേന്ദ്രിയം തുടങ്ങിയ ശരീരത്തിലെ പല അവയവങ്ങളെയും വ്യവസ്ഥകളെയും ബാധിക്കുന്ന പലതരം രോഗങ്ങൾക്ക് തുളസി ദിവ്യ ഔഷധമാണ്. ശരീരത്തിലെ ആവശ്യമായ ഈ ഓരോ അവയവത്തിനും ആവശ്യമായ ഊർജം കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തുളസി ഏതിനും ഉപയോഗിക്കാം. ബേസിലിൻ്റെ സത്ത അഥവാ എക്സ്ട്രാക്ട് കൊണ്ടുള്ള പലതരം ഔഷധങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ്. തുളസി നീര് അരച്ചത്, നാരങ്ങാ നീര്, സാൻഡലോൺ പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആണ് നമ്മൾ മുഖത്തിട്ടിരിക്കുന്നത്. ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ്. ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിനും വളരെ നല്ലതാണ്. ഓയിലി സ്കിന്നെന്നോ ഡ്രൈ സ്കിന്നെന്നോ അങ്ങനെ വ്യത്യാസമില്ല.